ഹായ് ഗേയ്സ്, അപ്പോൾ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഗേയ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ലുലു മാളിലൊക്കെ പോയ സമയത്ത് കുറച്ച് ബോൺലെസ് ബീഫ് വാങ്ങിച്ചായിരുന്നു ഗേയ്സ്. അപ്പോൾ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഗേയ്സ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിനകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാല, പിന്നെ കുറച്ച് പെപ്പർ, അതുപോലെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് ഗൈസ്. അതൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി അതിനൊന്ന് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ അത് നമുക്കൊരു 4 ഫിസിൽ കേൾപ്പിക്കാം. 4-5 ഫിസിൽ കേട്ട് കഴിയുമ്പോൾ തന്നെ സംഭവം ഒന്ന് നന്നായിട്ട് കുക്കാവും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തൊന്ന് മാഗ്നറ്റൈസ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് പൊളിയാക്കി എടുക്കാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നന്നായിട്ട് ഇളക്കി ഒന്ന് കുക്കറിലേക്ക് കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫിസിൽ കേൾക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ. നമ്മൾ ചീനിച്ചട്ടി വെച്ചു. അപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാകുന്ന വേണ്ടി അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് നമ്മൾ ഇലകളൊക്കെ ആഡ് ചെയ്യണം. ഇല കുറച്ച് കുറവായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇല സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് സവാള ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഉള്ളി മുഴുവനായിട്ടാണ് ഇടും ഗൈസ്. അത് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഗൈസ് അങ്ങനത്തെ ഒരു പരിപാടി. 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം നന്നായിട്ട് ഇഞ്ചിയും പച്ചവെള്ളം കൂടി ചതച്ച് സാധനം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായ നാരങ്ങയാണ് ഗേസ്. അപ്പോൾ ആ നാരങ്ങ നമ്മൾ പിഴിഞ്ഞൊരു പകുതി നാരങ്ങ ചാറ് ഇരിക്കുന്നുണ്ട് ഗേസ്. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളറായ സമയത്ത് നമ്മുടെ മസാല പൗഡറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി, പിന്നെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ പെപ്പറാണ് നമ്മൾ മെയിനായിട്ടും കൂടുതൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേസ്. അപ്പോൾ അത് നല്ല കളറായിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ ബീഫ് വെന്തു. അപ്പോൾ നമ്മളതിൻ്റെ ആ സാധനം ഇതിലൊക്കെ ആഡ് ചെയ്യുകയാണ് കേസ്. അപ്പോൾ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുകയാണ്. ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേസ്. കുറച്ച് വെള്ളം കളയായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് നമ്മൾ വീണ്ടും കുക്ക് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള പരിപാടിയിലാണ് കേസ്. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കണം കേസ്. അപ്പോൾ ടേസ്റ്റ് നോക്കേണ്ട പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഒരു കുറുകൻ സെറ്റായിട്ടുണ്ട് കേസ്. അപ്പോൾ അഭിപ്രായം നമുക്ക് നോക്കാം. കൊള്ളാമെന്നാണ് അഭിപ്രായം പറയുന്നത്. അപ്പോൾ അവസാനം കട്ട് നമ്മൾ കുറച്ച് ഇലയൊക്കെ ആഡ് ചെയ്ത് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗേസ് നമ്മുടെ ബീഫ് റോസ്റ്റ്. അപ്പോൾ അങ്ങനെ ബീഫ് റോസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും കിട്ടുന്ന കുട്ടികളുടെ സമയത്താണ് നമ്മുടെ കടലിൻ്റെ പുത്രനായ വിഴിഞ്ഞത്തിൻ്റെ ശുദ്ധം അന്തോണി എത്തിയത്. അപ്പോൾ അന്തോണിയുടെ അഭിപ്രായം ഗേസ്. അന്തോണി അടിപൊളിയെന്നാണ് പറയുന്നത്. ആ വഴിക്ക് തന്നെ അന്തോണി ഓടിപ്പോയിട്ടുണ്ട്. ഇതാണ് ഗേസ് നമ്മുടെ ബീഫ് റോസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗേസ്. ബൈ ബൈ. സീ യു അഗെയിൻ.